ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് ഗീതാ ഗോവിന്ദത്തിൽ ഗീതു വിജയലക്ഷ്മിയാണ് ഗോവിന്ദ് മാധവിൻ്റെ അമ്മ എന്ന സത്യം അറിയുകയാണ്. ഇതറിഞ്ഞ ഗീതു ആ സർട്ടിഫിക്കറ്റിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ വിജയലക്ഷ്മിക്ക് അയച്ചു കൊടുക്കുകയാണ്. എല്ലാ സത്യങ്ങളും ഗീതു അറിഞ്ഞു എന്നുള്ള ഷോക്കിൽ വിജയലക്ഷ്മിയും രഞ്ജുവും പരസ്പരം പറയുകയാണ്. അവർ ആണ് തെറ്റുകാരെന്ന് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം രഞ്ജു വിജയലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഗോവിന്ദേട്ടനോട് ഇത് എത്രയും പെട്ടെന്ന് അറിയിക്കണം, അവരല്ല ഇതിനുള്ള കാരണമെന്നെങ്കിലും ഗോവിന്ദേട്ടൻ അറിയണമെന്ന് പറയുകയാണ്. വിജയലക്ഷ്മി അത് പറയുകയാണെങ്കിൽ നിൻ്റെ ഭാഗത്തെ തെറ്റയിലും ഗോവിന്ദ് അല്ല എന്ന് മനസ്സിലാക്കും എന്ന് പറയുന്നു. ഇതേസമയം ഗീതു വളരെ വിഷമിച്ച് ഇക്കയോട് പറയുകയാണ് എല്ലാവരും തന്നിൽ നിന്നെല്ലാം മറച്ചു വെച്ചെന്ന്. അവസാനം കലിതുള്ളി നമ്മുടെ ഗീതു വിജയലക്ഷ്മിയെ കാണാൻ വേണ്ടി ചെല്ലുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത്. അവിടെ നിന്ന് ബാംഗ്ലൂർ തൊട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗീതു ആകെ കലിതുള്ളി നിൽക്കുകയാണ്. രഞ്ജു ഇടയ്ക്ക് കയറി രഞ്ജു ആണ് പറയണ്ട എന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ടെങ്കിലും രഞ്ജുവിൻ്റെ നേരെ കൈ നീട്ടിയിട്ട് നീ മാറി നിന്നു, നിനക്കുള്ളത് പിന്നെ എന്ന് പറഞ്ഞ് ഗീതു കലിതുള്ളി ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി ചോദിക്കുകയാണ് എങ്ങനെ എന്നെ ചതിക്കാൻ തോന്നിയെന്ന്. അവസാനം ഗീതു വിജയലക്ഷ്മിയുടെ കൈ പിടിച്ചു വലിച്ച് നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ തരാമെന്ന് പറഞ്ഞ് വലിച്ചുകൊണ്ട് പൂജാമുറിയിലോട്ട് പോവുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് രഞ്ജുവും കൂടെയുണ്ട്. പൂജാമുറിയിൽ എത്തിക്കഴിഞ്ഞ് ഗീതുവിൻ്റെ പേഴ്സിൽ നിന്ന് എന്തോ എടുക്കുകയാണ്. എല്ലാവരും ഒരല്പം ടെൻഷനോടുകൂടി നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഗീതു വിജയലക്ഷ്മിയോട് ചെറിയ പുഞ്ചിരിയോടുകൂടി അനുഗ്രഹം മേടിക്കുകയാണ്, ദക്ഷിണയെല്ലാം കൊടുത്ത്. ഇത് കണ്ട് വിജയലക്ഷ്മിക്കും രഞ്ജുവിനും ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട് എല്ലാത്തിനും മാപ്പ് പറഞ്ഞ് ഈ അമ്മേനെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരുപാട് സ്നേഹിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഗീതു വിഷമിച്ചു നിൽക്കുകയാണ്. പരസ്പരം കെട്ടിപ്പിടിച്ച് വിജയലക്ഷ്മി രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് പറയുകയാണ് എനിക്കിനി 3 മക്കളാണ്, ഗോവിന്ദും ഗീതുവും രഞ്ജുവും എന്ന്. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ ഗീതു എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതുവരെ ഗോവിന്ദിനറിയില്ല ഗീതു എല്ലാ സത്യവും മനസ്സിലാക്കിയെന്ന്. ഇനിയുള്ള എപ്പിസോഡിൽ നമുക്ക് കാണാം എന്തായിരിക്കും രാധികയുടെ പ്രതികരണമെന്നും